ശ്രീ കെ പി നൗഷാദ്, ഇനിയിപ്പോൾ ഏതാണ്ട് ഒരു 1-2 മണിക്കൂർ മുമ്പ് മന്ത്രി എം ബി രാജേഷ് ഫേസ്ബുക്കിലിട്ട വിശദമായ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പിൽ ഏതാണ്ട് 10 പോയിന്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിപക്ഷം എങ്ങനെയാണ് ഈ കാര്യത്തിൽ നിന്ന് കഴിഞ്ഞ 4 വർഷം സംസ്ഥാനത്ത് നടന്ന ഈ പ്രയത്നത്തിന്റെ ഭാഗമല്ലാതെ വിട്ടുനിന്നത് എന്ന് ചോദിക്കുന്നു. പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയത് ശുദ്ധ തട്ടിപ്പിന്റെ ഗണത്തിൽ വരുമോ എന്ന് പ്രതിപക്ഷ നേതാവ് പറയണം എന്ന് ചോദ്യരൂപേണ ഉന്നയിക്കുന്നു. ഇത് ഓരോ തദ്ദേശ ഭരണസമിതിയും ഓരോ ഗ്രാമസഭകളും ഓരോ മെമ്പർമാരും നേതൃത്വം നൽകുന്ന വാർഡ് തല ജനകീയ സമിതികളിലൂടെ അതിനുശേഷം ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ഏറ്റവും അവസാനം തദ്ദേശ ഭരണസമിതിയും ഗ്രാമസഭ അംഗീകരിച്ച പട്ടികയ്ക്ക് അന്തിമാനുമതി നൽകിയ ശേഷം കാര്യം പോലും പ്രതിപക്ഷം അറിഞ്ഞിരുന്നില്ലേ? ഇതിനേക്കാൾ ജനകീയമായി എങ്ങനെയാണ് ജനകീയമായി ആളുകളെ അർഹരെ കണ്ടെത്തുന്നത് എന്ന് ചോദിക്കുന്നു മന്ത്രി എം ബി രാജേഷ്. ഇതൊന്നും ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ലേ പ്രതിപക്ഷം സ്വന്തം പഞ്ചായത്തുകളിൽ പോലും എന്ന് ചോദിക്കുന്നു. മാധു, ഈ ഏട്ടിലെ പശു പുല്ല് തിന്നുമോ എന്ന് എം ബി രാജേഷിനെ വെല്ലുവിളിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. 2011 സെൻസസ് പ്രകാരം 1.25 ലക്ഷത്തിനടുത്ത ആദിവാസി കുടുംബങ്ങളിൽ 4.25 ലക്ഷം ആദിവാസി പൗരന്മാരെ അതിദരിദ്രരായിട്ട് കണ്ടെത്തി നമ്മുടെ സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യചിഹ്നമായിട്ടുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ CPM-ൻ്റെ തുടർഭരണം കഴിഞ്ഞ് നിൽക്കുന്ന ഈ അവസരത്തിൽ അവിടെ സമ്പൂർണ്ണമായിട്ട് അതിദാരിദ്ര്യം തുടച്ചു നീക്കി എന്ന് അവകാശപ്പെടാൻ എം ബി രാജേഷിനും ഈ മന്ത്രിസഭയ്ക്കൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ആ കള്ളിയൊക്കെ വെളിവാകുന്ന അനാവൃതമാകുന്ന കാര്യങ്ങൾ അടുത്ത നാളുകളിലൊക്കെ പുറത്തു വരുമ്പോൾ അവർ മറുപടി പറഞ്ഞുകൊള്ളട്ടെ. പിന്നെ ഇവിടെ ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയൊക്കെ പ്രസംഗിച്ചു കഴിഞ്ഞാൽ അതാണ് വേദവാക്യം, അത് കേട്ടാൽ മനസ്സിലായിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന അന്ധഭക്തുകളൊക്കെയാണ് ഇവിടെ CPM-നെ പ്രതിനിധീകരിച്ചുകൊണ്ട് ചർച്ചയിലൊക്കെ പങ്കെടുത്ത് ഇത് അവകാശപ്പെടുന്നത്. എന്തൊക്കെയാണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അതിദരിദ്രരുടെ എണ്ണം ശതഗുണീഭവിക്കുകയാണ് ചെയ്തത്. ഈ സംസ്ഥാന സർക്കാർ തന്നെ അതിദരിദ്രമാണ്. അവരൊന്ന് അതിദാരിദ്ര്യത്തിൽ നിന്നൊരു ദാരിദ്ര്യത്തിലേക്കൊരു ഒരു ചുവട് മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കും. ഇവിടെ 45,000 കോടിയുടെ ധനക്കമ്മിയും 28,000 കോടിയുടെ റവന്യൂ കമ്മിയും ഉള്ള ഈ പല സാമ്പത്തിക ധനകാര്യ കമ്മീഷൻ, അത് 13, 14, 15 ഒക്കെ വളരെ വ്യക്തമായിട്ട് രോഗാതുരമായ സാമ്പത്തിക സ്ഥിതിയുള്ള സംസ്ഥാനമെന്ന് വിശേഷിപ്പിച്ച അറ്റോർണി ജനറലും അതുപോലെ തന്നെ ഹൈക്കോടതി, സുപ്രീം കോടതികളിലെ സത്യവാങ്മൂലവും മറ്റ് റിപ്പോർട്ടുകളിലുമൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന് സ്വയം അവകാശപ്പെടുകയും ഈ സംസ്ഥാനത്തിന് സാമ്പത്തിക പരാധീനതകളുമായി ബന്ധപ്പെട്ട് അങ്ങ് നേരത്തെ വിമർശനം ഉന്നയിച്ചു. അതിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. സംസ്ഥാനം തന്നെ പറഞ്ഞ കാര്യമാണ്. ശ്രീ കെ പി നൗഷാദ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് എന്താണ്? പ്രതിപക്ഷം ഈ പ്രോസസ് ഇത്രയും കാലം കണ്ടില്ലേ എന്നുള്ളതാണ്. അങ്ങ് ഏട്ടിലെ പശു പുല്ല് തിന്നുന്ന കാര്യം ചോദിച്ചു. ഇതാ ഇപ്പോ ഭരണപക്ഷം തിരിച്ചു ചോദിച്ചു, ചേരാനല്ലൂരിലെ പശു പുല്ല് തിന്നുമോ? അവിടുത്തെ പഞ്ചായത്തിനെ, ചേരാനല്ലൂർ പഞ്ചായത്തിനെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രി എം ബി രാജേഷ് നേരിട്ട് ചെല്ലുമ്പോൾ, അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അതിൽ പങ്കെടുക്കുമ്പോൾ ഇത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്തല്ല എന്ന വിമർശനം അന്ന് അവിടെ ഉന്നയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസിന്റെ ഭരണസമിതി അന്ന് അവിടെ ഉന്നയിച്ചോ? ഇല്ല, നേരിട്ട് ക്ഷണിച്ചതിന് പ്രകാരം മന്ത്രി എം ബി രാജേഷ് അവിടെ ചെന്ന് ആ പ്രഖ്യാപനം നടത്തുമ്പോൾ നോക്കൂ, ഇപ്പൊ സംസ്ഥാന വ്യാപകമായി പറയുന്ന പോലെയല്ല, എന്റെ പഞ്ചായത്തിൽ ഇത്ര ആളുകളുണ്ടെന്ന് വേണമെങ്കിൽ പേരും വീട്ടുപേരും അടക്കം പറയാൻ കഴിയുന്ന അവിടുത്തെ നിങ്ങളുടെ ജനപ്രതിനിധികൾ, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികൾ അന്ന് വിമർശനം ഉന്നയിച്ചോ? വാർത്താ സമ്മേളനം വിളിച്ചോ? ചെയ്തില്ല. മാധു, ഈ ചേരാനല്ലൂർ പഞ്ചായത്തിനെയോ അങ്ങനെ ഒരു പ്രദേശത്തെയോ വെച്ചാണ് ചർച്ച നടത്തുന്നതെങ്കിൽ നമുക്ക് അത് സംസാരിക്കാം. എനിക്ക് ചിരി വരികയാണ്. ഇങ്ങനെ ഒരു പഞ്ചായത്ത് ചേർന്നിട്ടുള്ള മാധു, ഇതൊക്കെ വളരെ പ്രതിപക്ഷ നേതാവിന്റെ നാട്ടിലായതുകൊണ്ടാണ് ചേരാനല്ലൂർ പഞ്ചായത്ത് എന്ന പരാമർശം മന്ത്രി അടക്കം പറയുന്നത്. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ എല്ലാം എന്തിന് കോൺഗ്രസിന്റെ MLA-മാരുള്ള ഇടങ്ങളിലെല്ലാം ഈ പറയുന്ന പ്രഖ്യാപനങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ. അന്നൊന്നും ഈ പറയുന്ന വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ലേ? എന്തിന് പ്രതിപക്ഷ നേതാവിന് എറണാകുളം ജില്ലയുമായി ബന്ധപ്പെട്ട കണക്കുകൾ നേരത്തെ ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ. ഒരു ചോദ്യമായോ ഒരു ശ്രദ്ധ ക്ഷണിക്കലായോ നിയമസഭയിൽ ഇതുവരെ ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് ആധികാരികമായി പറയുകയാണ് മന്ത്രി. ഇതുവരെ ഇല്ലാത്ത വിമർശനം, ഞെട്ടി എണീറ്റ് അയ്യോ ഇതെല്ലാം പൊട്ടത്തെറ്റ് എന്ന് പറയുന്ന കണക്ക് എവിടെയെന്ന് ചോദിച്ചത് ഞാനല്ല, മന്ത്രിയാണ്. ഇനി മാധുവിൻ്റെത് കഴിഞ്ഞെങ്കിൽ സദയം എനിക്കൊന്ന് പറയാനുള്ള അവസരം തരണം. ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ വീണ്ടും മാധു ഇങ്ങനെ സുദീർഘമായിട്ട് ഉപന്യസിക്കാൻ വരരുത്. ഞാനൊന്ന് പറയട്ടെ, അതിനുള്ളൊരു സഹിഷ്ണുതയൊക്കെ കാണിക്കുക. ഇവിടെ
പല പഞ്ചായത്തുകളും കേരളത്തിൽ വളരെ മെച്ചപ്പെട്ട പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. പല നേട്ടങ്ങളും അവരുണ്ടാക്കിയിട്ടുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുവായ നേട്ടമായിട്ട് സാമാന്യവൽക്കരിക്കുന്നത് ശരിയല്ല. പിന്നെ ഞാൻ ഈ നിരന്തരം സാമ്പത്തിക രംഗത്തെ കേരളത്തിൻ്റെ പാപ്പരത്വവും ശൂന്യതയും പരാധീനതയും ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ സാമ്പത്തികം ചെലവഴിക്കപ്പെടുമ്പോഴാണ്, അത് ഉദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ് പലരും പിന്നോക്കാവസ്ഥയിൽ നിന്ന് മുന്നോക്കം നടക്കാൻ തുടങ്ങുന്നത്. ഇത്തരത്തിൽ ഒരു രംഗത്തും ഒരു വിനിയോഗവും ഇല്ലാത്ത ഒരു സംസ്ഥാനം ദരിദ്രരെ അതിദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുക എന്നല്ലാതെ അവിടെ ഒരു റിവേഴ്സ് ആക്ഷൻ സംഭവിക്കുന്ന പ്രശ്നമില്ല. പിന്നെ ത്രിതല സ്ഥാപനങ്ങൾക്ക് നിങ്ങൾ സർക്കുലർ ഇറക്കിയും ജിയോകൾ നൽകിയും പല വിവരങ്ങൾ ശേഖരിക്കുകയും വിനിമയങ്ങൾ നടത്തുകയൊക്കെ ചെയ്യുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സർക്കാർ പരിപാടികളിൽ എല്ലാവരും ഭാഗമാക്കാകും. അതിൻ്റെ ഭാഗമായിട്ട് അവിടെയൊന്നും പ്രകടമായ ഒരു മാറ്റവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ കടലാസ് പണികളും മിനുക്ക് പണികളും ഒരു ഗ്രാമസഭയും കൃത്യമായി ചേർന്നിട്ടില്ല. ഒരു ഗ്രാമസഭയും കൃത്യമായി പഞ്ചായത്തിൽ പലതും ചേരാറുണ്ട്. നിങ്ങൾ ഏകത ഞങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തിൽ ഗ്രാമസഭ ചേർന്നിട്ട് ഈ ഫോളോ അപ്പിന്റെ ഭാഗമായി നിന്ന് അവിടെയൊക്കെ അതിദാരിദ്ര്യം വിമുക്തി നേടിയതിന്റെ എന്ത് രേഖയും എന്ത് കണക്കുവോ നിങ്ങളുടെ കയ്യിലുള്ളത്? നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ പഞ്ചായത്ത് എന്താണ് ചെയ്യേണ്ടത്? ഈ പഞ്ചായത്തുകളെ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിച്ചില്ല? ഇവിടെ കടലാസിൽ മാത്രമാണ് ഈ പണികൾ നടന്നത്, മറ്റൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഈ പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്ന് മന്ത്രിമാരടക്കം വരുമ്പോൾ നിങ്ങൾ പ്രതിഷേധിക്കാത്തത് എന്താണ്? അല്ല, ഞാൻ പറയട്ടെ മാധു, ഞങ്ങളുടെ പ്രതിഷേധമാണല്ലോ ഈ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം രേഖപ്പെടുത്തി നിങ്ങളോടൊക്കെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എന്താ പ്രതിഷേധിക്കാത്തത്? നിങ്ങൾ എന്തൊക്കെ മണ്ടത്തരം പറയുന്നത് എനിക്കറിയില്ല മാധു. നിങ്ങൾ പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കരുത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഭരിക്കുന്ന പഞ്ചായത്തുകളെ ദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിൽ അങ്ങനെയുള്ള പഠനം നടന്നില്ല. ഞങ്ങളുടെ പഞ്ചായത്തിൽ വാർഡ് തലത്തിൽ, ഗ്രാമസഭകളിൽ, പഞ്ചായത്ത് തലത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടന്നില്ല. ഇവിടെ നിന്ന് ആളുകളെ കണ്ടെത്തിയില്ല. ഇവിടെ ഇനിയും സഹായം ആവശ്യമുള്ളവരുണ്ട്, അതുകൊണ്ട് ഈ പ്രഖ്യാപനം നടത്താൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച പഞ്ചായത്തുകളുടെ പട്ടിക നിങ്ങളുടെ കയ്യിലുണ്ടോ? ഞാൻ തരാം മാധു, ഞാൻ തരാം. ഞങ്ങളുടെ പഞ്ചായത്തുകളെ പ്രതിനിധീകരിച്ചും ഞങ്ങൾ ഭരിക്കുന്ന ത്രിതല സ്ഥാപനങ്ങളുടെ പ്രതിനിധീകരിച്ചുമാണ് പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും കുഞ്ഞാലിക്കുട്ടി സാഹിബും ഒക്കെ അടക്കമുള്ള UDF നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. ഒരു ഗ്രാമസഭയെ നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു നൽകിയ കടലാസ് പണികളിൽ ഒരാൾ പോലും അതിദാരിദ്ര്യത്തിന് അനുഭവം ഞങ്ങൾക്കില്ല. ഇല്ല, അങ്ങനെ ഇല്ല, ഇല്ല. ഒരു പഞ്ചായത്തിലും ഒരാൾ പോലും അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമുക്തമായതിന്റെ ഒരു തെളിവും ഞങ്ങൾക്ക് മുമ്പിൽ ലഭ്യമല്ല. ഞങ്ങളുടെ ഒരു പഞ്ചായത്തിലും ഓരോ പഞ്ചായത്തുകളും കോൺഗ്രസിന്റെ ഭരണസമിതി വാർത്താ സമ്മേളനം വിളിച്ചോ, പ്രതിഷേധിച്ചോ, തദ്ദേശ ഭരണ വകുപ്പിന്റെ ഓഫീസുകളിലേക്ക് പ്രതിഷേധിച്ചോ, നിങ്ങൾ ഇതൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഒരു വാക്കുകൊണ്ട് എതിർത്തിട്ടില്ല. ഞങ്ങളുടെ ഒരു പഞ്ചായത്തിലും ഒരാളും അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിതരായ ഒരനുഭവം ഞങ്ങൾക്കില്ല. മാത്രമല്ല, അനുഭവമുണ്ടോ ഇല്ലയോ ഞാൻ ചോദിച്ചില്ല ശ്രീ KP നൗഷാദ്. അല്ല, നിങ്ങളുടെ പഞ്ചായത്തുകൾ അതിദാരിദ്ര്യമുക്തമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അതിദാരിദ്ര്യമുക്തമാണെന്ന് പ്രഖ്യാപനം ഉണ്ടായപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചില്ല എന്നുള്ളതാണ്. ഇവിടെ പുതിയ കാലഘട്ടത്തിൽ എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. വളരെയധികം നന്ദി എല്ലാ പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.